നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. കേസുമായി ബന്ധപ്പെട്ട UDF നേതാക്കൾക്കാർക്കും ജയിലിൽ പോകേണ്ടി വരില്ലെന്ന് KC വേണുഗോപാൽ. ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നാടകമെന്നും വേണുഗോപാൽ. ചെളി ഇല്ലാതാവുമെന്ന് മുഖ്യമന്ത്രി ധരിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് സഹതപിക്കാനേ മാർഗമുള്ളൂ. ഏതൊരു സംശയവും വേണ്ട. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളിൽ, മുഖ്യമന്ത്രിയോടാണ് ഞാനീ പറയുന്നത്, പരിശ്രമങ്ങളിൽ സ്വന്തം സ്ഥിതി വഷളാവുന്നതാണ് ഓരോ ദിവസവും കേരളീയർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെല്ലാം തന്ത്രിയുടെ അറിവോടെയെന്ന് SIT വിജിലൻസ് കോടതിയിൽ. ശബരിമല വിഷയത്തിൽ നീതി ഉറപ്പാക്കുമെന്നും ഭരണ പ്രതിപക്ഷങ്ങളുടെ ഒത്തുകളിക്കെതിരെ പോരാടുമെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. സംയുക്ത പ്രസ്താവന പുറത്തുവിട്ട ഇരു രാജ്യങ്ങളും. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ്. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18%. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി കോൺഗ്രസ് CPM പോര്. ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചേർന്ന കോൺഗ്രസിന്റെ UDFന്റെ അവരുടെ രാഷ്ട്രീയ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും കുഴപ്പവും അവരിലുണ്ടാക്കും. MV ഗോവിന്ദൻ വർഗീയതയെക്കുറിച്ച് പഠിപ്പിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയെ CPM നേരത്തെ കൂടെ കൂട്ടിയതല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ്. UDFനെ പിന്തുണയ്ക്കുമ്പോൾ മാത്രം വർഗീയവാദിയെന്നും സതീശൻ. ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങിപ്പോയ ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇവര് നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ വന്നത്. ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ പറഞ്ഞത് ഇരട്ടത്താപ്പാണ്. CPMന് ഇരട്ടത്താപ്പാണ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളിൽ. LDFന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ ഡോക്ടർ സഞ്ജയ്. കൊട്ടേഷൻ നൽകിയത് തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയെന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്നും സഞ്ജയ്. പോലീസിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ അമേരിക്ക തർക്കം രൂക്ഷമാകുന്നു. പടക്കപ്പലുകളും പോർവിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട അമേരിക്ക. അതിവേഗ ബോട്ടുകൾ ഹോർമൂസ് കടലിടുക്കിൽ വിന്യസിച്ച് ഇറാൻ ബന്ധം ആരോപിച്ച് കൂടുതൽ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ലോകകപ്പ് T20 ഇന്ന് തുടക്കം. ഇന്ത്യയുടെ എതിരാളികൾ അമേരിക്ക. മത്സരം രാത്രി 7 മണി മുതൽ മുംബൈ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MP SIT ചോദ്യം ചെയ്യുകയാണ്. ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ചോദ്യം ചെയ്യൽ. പോറ്റിയുമായുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. വിവരങ്ങളുമായി അൺഫിൽ ഡിസൂസ ചേരുകയാണ്. അൺഫിൽറ്റ്, അടൂർ പ്രകാശിനൊപ്പം പോറ്റിയെയും ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇരുവരും തമ്മിലുള്ള ചോദ്യം ചെയ്യൽ, മൊഴി പരസ്പരം അവർ ക്രോസ് ചെക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിർണായകമായൊരു നീക്കം തന്നെ എന്ന് പറയണം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് UDFനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയല്ലേ ഇത്? രാഷ്ട്രീയ പ്രേരിതമാണെന്ന് UDF നേതാക്കൾ പറയുന്നു എങ്കിൽ കൂടി. ഉറപ്പായും ശ്രീയ, ഏറ്റവും വലിയ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഈ സമയത്ത് SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് UDF കൺവീനർ ആയിരിക്കുന്ന അടൂർ പ്രകാശിനെയാണ് SIT പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് UDF കൺവീനർ ആയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം MP ആണ്. പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന നേതാവാണ്. എല്ലാ സമയത്തും ഈ ശബരിമല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട പ്രത്യാരോപണങ്ങളൊക്കെ വരുമ്പോഴും CPM എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, CPM എപ്പോഴും ആയുധമാക്കിയിരുന്നത് കോൺഗ്രസ്
കോൺഗ്രസിലെ നേതാക്കന്മാരെ ആ വിവാദമായ സോണിയാഗാന്ധിയുടെ ഒപ്പമുള്ള ആ ഫോട്ടോ, ആ ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു എപ്പോഴും CPM ആയുധമാക്കിയിരുന്നത്. ആ ചിത്രത്തിന്റെ കാരണം അത് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം, അതിനപ്പുറത്തേക്ക് അടൂർ പ്രകാശ് പലഘട്ടം ഈ ഫോട്ടോയ്ക്ക് അപ്പുറത്തേക്ക് അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്ത് വീട്ടിൽ പോയതും ആ സമയത്ത് അവിടെയുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു, ബംഗളൂരുവിൽ വെച്ചുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്ത് ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണ്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇരുത്തി ചോദ്യം ചെയ്യുകയാണ്. അതായത് മൊഴികളിൽ ഏതെങ്കിലും രീതിയിലൊരു വൈരുദ്ധ്യമുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തത വരുത്താനാണ് പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി 10 മണിയോടുകൂടിയാണ് അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അങ്ങനെയെങ്കിൽ ഒരു 3 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശ് അല്പസമയത്തിനുള്ളിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായി അദ്ദേഹം പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിലും ദൃശ്യങ്ങൾ നമുക്കത് തത്സമയം കാണിക്കാൻ കഴിയുന്നത് അടൂർ പ്രകാശിനെ കാണുന്നുണ്ട്. ശ്രീജ, അദ്ദേഹം ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അദ്ദേഹം പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അടൂർ പ്രകാശ് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനൊടുവിലേക്ക് അതെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പുറത്തേക്ക് വരുന്നത്. ഏറ്റവും വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു നിർത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്യലിനൊടുവിൽ തന്നെ എന്തൊക്കെയാണ്, കാരണം കൃത്യമായ ഒരു ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്ത് ബന്ധമാണുള്ളത്, ഇതടക്കമുള്ള ഏറ്റവും നിർണായകമായ ഒരു വേളയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പോലും എപ്പോഴും പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ആ പോറ്റി. ആ വിവാദമായ ഒരു ചിത്രം, ആ ചിത്രത്തെ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എന്നത് ഇപ്പോഴും വ്യക്തത വരുത്താൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. അത് തന്നെയാണ് നിയമസഭയ്ക്ക് അകത്തായാലും പുറത്തായാലും CPM ആയുധമാക്കിയിരുന്നത്. ഈ ഒരു വിഷയം ഏറ്റവും വലിയൊരു പ്രചാരണ വിഷയമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം മാറുമ്പോഴാണ് അടൂർ പ്രകാശിനെ UDF കൺവീനറിനെ SIT ചോദ്യം ചെയ്തു. 3 മണിക്കൂറോളം ചോദ്യം ചെയ്ത് ഇപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യൽ കഴിഞ്ഞ നേരത്തെ വിട്ടയച്ചിരിക്കുന്ന സാഹചര്യം നമുക്കറിയാം. പ്രതിപട്ടിക വീണ്ടും നീണ്ടുമോ, കൂടുതൽ പ്രതികൾ പുറത്താകുമോ എന്നതടക്കമുള്ള പല ചോദ്യങ്ങളും ഉയരുന്ന വേളയിലാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തു വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ശ്രമിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പ്രതികരണം ഉണ്ടാകാൻ സാധ്യത. അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് വരുന്ന ഒരു ചുവന്ന കാറാണ്. അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് വരുന്നു. ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 3 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശ് പുറത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായുകയാണ് മാധ്യമപ്രവർത്തകർ. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MP SIT ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരിക്കുകയാണ്. 3 മണിക്കൂറോളമുള്ള ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു ചോദ്യം ചെയ്യൽ. പോറ്റിയുമായുള്ള ബന്ധമടക്കം സാമ്പത്തിക കാര്യങ്ങളടക്കം അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് സുരക്ഷാ കവചം ഒരുക്കുകയാണ് പോലീസ്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളയുമ്പോൾ അദ്ദേഹത്തിനായി വഴിയൊരുക്കി കൊടുക്കുകയാണ് ഉദ്യോഗസ്ഥർ. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി, പക്ഷെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാനായി അദ്ദേഹം തയ്യാറാകുന്നില്ല. വാഹനത്തിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല. അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അല്പസമയത്തിനും തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് ശേഷം UDF കൺവീനർ അടൂർ പ്രകാശ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. SITയുടെ ചോദ്യമുനയിലായിരുന്നു അദ്ദേഹം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങളും അദ്ദേഹത്തോടുള്ള ബന്ധവും അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് SIT ചോദിച്ചറിഞ്ഞത്. ഇനിയും പറയാവോ? ഇനിയും വേണം ഉണ്ടാക്കില്ല. ഞാന്
ഇന്നലെ ഉപ്ലയിൽ നടന്ന മീറ്റിംഗിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ എം മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ കയറി ഇവിടെ എത്തിയത്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ SITയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു. അവരുമായി സംസാരിച്ചു. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല. എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ? താങ്കളുടെ മറുപടി നൽകിയതിൽ അവർക്ക് എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ എന്നാണ് ചോദിച്ചത്. ഈ ചാനലില് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ല, പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പറഞ്ഞോ എന്ന് ചോദ്യം ചോദിച്ചത്. അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ വ്യക്തമാണോ പ്രധാനമായും ചോദ്യം ചെയ്യലിൽ ഉയർന്നു വന്നത്? പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നു? അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. പോറ്റി എസ്റ്റേറ്റ് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണ്. അതല്ലാതെ എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ട് ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി ചോദിക്കുന്നില്ല. മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു. ഒരുമിച്ചിരുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കാം. മണ്ഡലത്തിലെ താങ്കൾ പലതവണ പറഞ്ഞു. പക്ഷേ താങ്കൾ ആദ്യങ്ങൾ എത്തിയാവുന്നതിന് മുമ്പ് പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിലെന്താണ് ഈ സമയത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തിരിച്ചുമറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം മാത്രമാണ് അദ്ദേഹം നൽകിയത്. തന്നോട് SIT പല ചോദ്യങ്ങളും ചോദിച്ചു. അതിനുള്ള ഉത്തരങ്ങളെല്ലാം താൻ കൃത്യമായി നൽകി. അതിനപ്പുറം മാധ്യമപ്രവർത്തകരോട് ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. അൺഫിലിറ്റ് നൽകിയിട്ടുണ്ട്. കൃത്യമായ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ്. പക്ഷേ അതിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പറയാനാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായിട്ടില്ല. സാമ്പത്തിക ഇടപാടുകളിലെ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമപ്രവർത്തകർ കൃത്യമായി ചോദിച്ചു, മൊഴി രേഖപ്പെടുത്തി. അതിന് കൃത്യമായ മറുപടി താൻ പറഞ്ഞിട്ടുണ്ട്. അത് മാധ്യമങ്ങൾ ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലോ സാമ്പത്തിക ഇടപാടുകളെ ചോദ്യം ചെയ്യലോ ഉണ്ടായിട്ടില്ല. തനിക്കറിയാവുന്നതൊക്കെ
ഒക്കെ താൻ മൊഴിയായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തൽക്കാലം വിശദീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി ഒരുപക്ഷെ ഈ മൊഴിയുടെ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു വരുമ്പോൾ അറിയാനാകും. എന്തായാലും മാധ്യമങ്ങളെ കണ്ടു, അദ്ദേഹം പ്രതികരിച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കൂടുതൽ അവിടെ എന്താണ് പറഞ്ഞതിനെ കുറിച്ച് പറയാനാവുകയില്ല ഈ അവസരത്തിൽ എന്നാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് വിശദീകരിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി അൺഫിൽഡ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MPയെ SIT ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരിക്കുകയാണ്. ഏകദേശം 2.5 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. എന്തായാലും ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകിയെന്നും അതിൽ കൂടുതലൊന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്നുമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൺഫിൽഡ് ഡിസൂസ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനറെ SIT ചോദ്യം ചെയ്യുന്നതിൽ പ്രതികരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നിയമം നിയമത്തിന്റെ വഴിക്കെന്ന് നേരത്തെ പറഞ്ഞതാണ്. കേസുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾക്ക് ആർക്കും ജയിലിൽ പോകേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് എന്താ സംശയം? അല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ വിളിച്ചപ്പോൾ പോയില്ലേ അദ്ദേഹം? വിളിച്ച ഉടനെ അദ്ദേഹം പോയി. അന്വേഷിക്കട്ടെ. ഇത് ആകെ മുങ്ങിക്കിടക്കുന്നവർ, സ്വർണ്ണക്കൊള്ളയിൽ ആകെ മുങ്ങിക്കിടക്കുന്നവർ അപ്പോൾ കൈ മുകളിലിട്ടോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പം നിലവിളിക്കില്ലേ? ആ നിലവിളിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ. അത്രേ ഉള്ളൂ. ശബരിമല വിഷയത്തിൽ ഭരണപ്രതിപക്ഷങ്ങളുടെ ഒത്തുകളിക്കെതിരെ പൂർണ്ണമായും പോരാടുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വിഷയത്തിൽ നീതി ഉറപ്പാക്കുമെന്നും നിതിൻ നബീൻ പറഞ്ഞു. കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇന്നലെയാണ് നിതിൻ നബീൻ കൊച്ചിയിലെത്തിയത്. കേരളത്തെ സുരക്ഷിതവും വികസിതവുമാക്കി മാറ്റുന്നതിനായി തങ്ങൾ മുന്നോട്ടു പോകുമെന്നായിരുന്നു നിതിൻ നബീന്റെ പ്രതികരണം. ശബരിമല വിഷയത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഒത്തുകളിക്കുകയാണ്. ഇതിനെതിരെ പൂർണ്ണമായും പോരാടുമെന്നും നീതി ഉറപ്പാക്കുമെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. केरल को सुरक्षित प्रदेश, विकसित प्रदेश बनाने में हम आगे बढ़ेंगे और सबरीमाला पर जिस प्रकार से यहाँ के सत्ता और विपक्ष खेल खेल रहा है, हम पूरी तरह से उसके लिए लड़ाई लड़ेंगे और जस्टिस लेकर रहेंगे. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ BJP ദേശീയ അധ്യക്ഷൻ ഇന്നലെ കൊച്ചിയിൽ നടന്ന BJP കോർ കമ്മിറ്റിയിലും NDA നേതൃയോഗത്തിലും പങ്കെടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള നേതാക്കളോടെല്ലാം 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം. പാർട്ടി പറയുന്നിടത്ത് മത്സരിക്കേണ്ടി വരും. ഉത്തരേന്ത്യൻ മോഡലിൽ ജനങ്ങളോട് കൂടുതൽ അടുക്കണമെന്നും കേരളത്തിലെ പാർട്ടി നേതാക്കൾക്ക് നിതിൻ നബീൻ ഇന്നലത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, കൊച്ചി. BJPയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി. തൃശൂർ ഒല്ലൂക്കരയിൽ ചുവരെഴുതിക്കൊണ്ട് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രചരണത്തിന് തുടക്കമിട്ടു. വികസിത കേരളവും കേന്ദ്ര ബജറ്റും എന്ന വിഷയത്തിൽ പൗരപ്രമുഖരുമായി നടന്ന ചർച്ചയിൽ BJPയുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ശബരിമല കൊള്ളയിൽ നീതി ഉറപ്പാക്കുമെന്നും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതായി എന്ന് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. 2070 വരെയുള്ള ബജറ്റിന്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് എന്നും ഭാവി ലക്ഷ്യം വെച്ചുള്ള ബജറ്റാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞു. വൈകിട്ട് നമോ ഭവനിൽ വെച്ച് നടക്കുന്ന നേതൃയോഗത്തിന് ശേഷം ദേശീയ അധ്യക്ഷൻ ഡൽഹിയിലേക്ക് മടങ്ങും. ജമാഅത്തിനെയും ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പിന്തുടരുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് മാറിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ മതരാഷ്ട്രവാദികളുമായിട്ട് ചേർന്ന കോൺഗ്രസിൻ്റെ UDFൻ്റെ അവരുടെ രാഷ്ട്രീയ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും കുഴപ്പവും അവരിലുണ്ടാക്കും. ഒരു സംശയവും എനിക്കില്ല. ഞാനത് ആദ്യം പറഞ്ഞത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ആ പ്രത്യാഘാതത്തിൻ്റെ ഏറ്റവും വലിയ ആഴം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങിപ്പോയ ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇവർ നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ വന്നത്. ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ പറഞ്ഞത് ഇരട്ടത്താപ്പാണ്. CPMന് ഇരട്ടത്താപ്പാണ്. പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം, പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം, ഇപ്പൊ 2 കൂട്ടരും ഇല്ലാതായി. ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ്. MV ഗോവിന്ദനുള്ള മറുപടി ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ വരേണ്ട എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗ യാത്ര കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരുന്നു. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം. യാത്രയുടെ ഭാഗമായി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തും. 3 മണിക്ക് പര്യടനം കണ്ണൂർ ജില്ലയിലേക്ക് കടക്കും.
ജോസ് കെ മാണി MP നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ വൈകിട്ട് 4 മണിക്ക് കോട്ടയത്തേക്ക് കടക്കും. ചങ്ങനാശ്ശേരിയിലാണ് കോട്ടയം ജില്ലയിലെ ആദ്യ സ്വീകരണം. വൈകുന്നേരം 5-ന് കോട്ടയം ടൗണിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ കോട്ടയം ബെസിലിയസ് കോളേജിൽ വെച്ച് കോട്ടയത്തെയും പരിസര നിയോജക മണ്ഡലങ്ങളിലെയും പൗരപ്രമുഖരും തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളുമായി ജാഥ ക്യാപ്റ്റനും മറ്റംഗങ്ങളും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. സംയുക്ത പ്രസ്താവന പുറത്തുവിട്ട ഇരു രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18% കുറച്ചു. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവുണ്ട്. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നിലവിൽ ഇന്ത്യൻ കയറ്റുമതികൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് 50% തീരുവയാണ്. ഇതാണ് 18% കുറച്ചിരിക്കുന്നത്. പ്രധാനമായും 2 തരം തീരുവകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് റെസിപ്രോക്കൽ താരിഫ്, 2 റഷ്യൻ ഓയിൽ പെനാൽറ്റി. 50%-ൽ 25% റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക ചുമത്തിയ പിഴയാണിത്. കരാറിന്റെ ഭാഗമായി ഈ തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുമെന്നും പകരമായി അമേരിക്കയിൽ നിന്ന് ഏകദേശം $500 ബില്യൺ ഊർജ്ജം, പ്രതിരോധോപകരണങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവ വാങ്ങുമെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. റെസിപ്രോക്കൽ താരിഫാണ് 25%-ൽ നിന്ന് 18%-ആക്കി കുറച്ചത്. വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, റബ്ബർ, പ്ലാസ്റ്റിക്, ജൈവവസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഇന്ത്യൻ അരി ഇറക്കുമതിക്ക് മുൻഗണന നൽകുമെന്ന് US സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കരാറിന്റെ ഗുണഫലങ്ങൾ ഇരു രാജ്യങ്ങൾക്കും മാത്രമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക റൂൾസ് ഓഫ് ഒറിജിൻ നടപ്പാക്കും. ഇത് ചൈന പോലുള്ള 3ാം രാജ്യങ്ങൾ കരാർ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കും. അമേരിക്ക തീരുവ കുറയ്ക്കുന്നതിന് പകരമായി ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ ഇളവുകൾ നൽകും. അമേരിക്കൻ സോയാബീൻ ഓയിൽ, പഴങ്ങൾ, വൈൻ, ആഡംബര കാറുകൾ തുടങ്ങിയവയുടെ തീരുവ ഇന്ത്യ കുറയ്ക്കും. മെഡിക്കൽ ഉപകരണങ്ങളുടെയും IT ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിയിലുള്ള തടസ്സങ്ങൾ ഇന്ത്യ ഒഴിവാക്കും. അതേസമയം ഓറഞ്ച്, പ്ലം, മുന്തിരി, നാരങ്ങ, വാഴപ്പഴം എന്നിവയ്ക്ക് ഇന്ത്യ നികുതി ഇളവ് നൽകില്ല. തീരുവ കുറയ്ക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നൽകുകയും ഇന്ത്യയുടെ വിദേശ നാണയ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടത്. നികുതി ഇളവുകൾ പ്രാബല്യത്തിൽ വരാൻ മാർച്ചിൽ ഒപ്പിടുന്ന നിയമപരമായ കരാർ വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സൈനിക ഏറ്റുമുട്ടൽ ഭീതി നിലനിൽക്കെ അമേരിക്കയിലെയും ഇറാനിലെയും ഉന്നത നേതാക്കൾ ഒമാനിൽ ചർച്ചകൾ നടത്തി. പശ്ചിമേഷ്യയിൽ അമേരിക്ക സൈനിക വിന്യാസം ശക്തമാക്കിയത് മേഖലയിൽ യുദ്ധഭീതി പടർത്തിയതിന് പിന്നാലെയാണ് മസ്കറ്റിൽ ഇരു രാജ്യവും പരോക്ഷ ചർച്ച നടത്തിയത്. ഇറാൻ വിദേശമന്ത്രി അബ്ബാസ് അറാക്ചിയുമായും അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകനും ദൂതനുമായ ജാരഡ് കുഷ്ണർ എന്നിവരുമായും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുദൈസയാണ് പ്രത്യേകം ചർച്ച നടത്തിയത്. നയതന്ത്രപരവും സാങ്കേതികവുമായ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യം ഒരുക്കാനാണ് കൂടിയാലോചന നടത്തിയതെന്ന് ഒമാൻ അറിയിച്ചു. അതേസമയം ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ അമേരിക്ക തർക്കം രൂക്ഷമായി തുടരുകയാണ്. പടക്കപ്പലുകളും പോർവിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു. പത്തനംതിട്ട തിരുവല്ലയിലെ സ്പാ സെന്ററിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന ആരോപണവുമായി സ്പാ ഉടമ സഞ്ജയ്. കൊട്ടേഷൻ നൽകിയത് തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണെന്നും തന്റെ ബിസിനസ് തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നും സ്പാ ഉടമ ആരോപിക്കുന്നു. നടന്നത് കൊട്ടേഷനും ഗുണ്ടാപിരിവുമാണെന്നും കഴുത്തിൽ കത്തിവെച്ചാണ് ക്രൂരപീഡനത്തിന് ഇരയാക്കിയതെന്നും പീഡനത്തിന്റെ യുവതിയും വെളിപ്പെടുത്തി. തന്നെയും സ്പായിലെത്തിയ കസ്റ്റമറെയും നഗ്നമായി കിടത്തി വീഡിയോ എടുത്തു. സ്പായിലെ മറ്റൊരു ജീവനക്കാരി ബലാത്സംഗത്തിന് ഒത്താശ ചെയ്തുവെന്നും യുവതി ആരോപിച്ചു. മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ മ്യൂസിയം SHOയുടെ മൊഴിയെടുത്തു. തിരുവനന്തപുരം DCP വിനോദാണ് മൊഴിയെടുത്തത്. മണിയൻപിള്ള രാജുവിനെ തള്ളി മ്യൂസിയം SHO മൊഴി നൽകി. അപകട വിവരം പോലീസിൽ വിളിച്ചു പറഞ്ഞു എന്ന രാജുവിന്റെ വാദം കള്ളമാണെന്നും ഒരു കോൾ പോലും രാജു സ്റ്റേഷനിലേക്ക് ചെയ്തില്ലെന്നും GD ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടില്ലെന്നും SHO മൊഴി നൽകി. ചോദ്യം ചെയ്തപ്പോഴാണ് കാർ എവിടെ ഇട്ടതെന്ന് മനസ്സിലായതെന്നും SHO പറഞ്ഞു. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 2120 രൂപയാണ് കൂടിയത്. 1,14,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 265 രൂപയാണ് കൂടിയത്. 14,355 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്.
10ാമത് T20 ലോകകപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് US-നെതിരെയാണ്. സനാഹ മത്സരത്തിനിടെ പരിക്കേറ്റ പേസ് ബൌളർ ഹർഷിത് റാണയ്ക്ക് പകരം മുഹമ്മദ് സിറാജ് ടീമിലെത്തി. രാത്രി 7 മണി മുതൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ നെതർലൻഡിനെ നേരിടുകയാണ്. നെതർലൻഡിനെതിരെ പാകിസ്ഥാന് 148 റൺസ് വിജയലക്ഷ്യം. വെസ്റ്റ് ഇൻഡീസും സ്കോട്ട്ലൻഡും തമ്മിലുള്ള രണ്ടാം മത്സരം 3 മണി മുതലാണ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.